ടെക്സ് ആൻഡ് കിസിലേക്കും എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ ഒന്നാമത്തെ അധ്യായമായ ചുമരിലെ വർണ്ണചിത്രങ്ങൾ എന്ന പാഠഭാഗത്തു നിന്നും പേജ് ഡിസൈനിങ് വേർഡ് പ്രോസസ്സറിൽ എന്ന പാഠഭാഗത്തു നിന്നും വരുന്ന മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മക്കളെല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ആദ്യമായിട്ടാണ് 8ാം ക്ലാസ്സിലെ കുട്ടികളെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ യാതൊരു ടെൻഷനും കൂടാതെ തന്നെ ഇതൊക്കെ പഠിച്ച് തന്നെ പോയി എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വരുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡിജിറ്റൽ വരയ്ക്കും പെയിൻറ്റിങ്ങിനും ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ്? വിച്ച് ഫ്രീ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ ഡിജിറ്റൽ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്? ആൻസർ ക്രിറ്റ സോഫ്റ്റ്വെയർ. ക്രിറ്റയുടെ പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ് എന്താണ്? വാട്ട് ഈസ് ക്രിറ്റാസ് പ്രൊജക്റ്റ് ഫയൽ ഫോർമാറ്റ്? ആൻസർ .kra. ക്രിറ്റയുടെ പ്രധാന ജാലകമാണിത്. 1, 2, 3 നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തേത് ടൂൾ ബോക്സ് ആണ്, രണ്ടാമത്തെ ക്യാൻവാസ്, മൂന്നാമത്തെ ടോക്കേഴ്സ്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് സർക്കുലർ ഓർ എലിപ്റ്റിക്കൽ ഷേപ്സ് ഇൻ ക്രിറ്റ? ശ്രദ്ധിക്കുക. ക്രിറ്റയിൽ വൃത്താകൃതിയിലുള്ളതോ ദീർഘവൃത്താകൃതിയിലുള്ളതോ ആയ രൂപങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് എന്നതാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എലിപ്സ് ടൂൾ. എലിപ്സ് ടൂൾ ഉപയോഗിച്ചാണ് ക്രിറ്റയിലെ ദീർഘവൃത്തങ്ങൾ വരയ്ക്കുന്നതെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി കോമൺലി യൂസ്ഡ് ടൂൾ ഫോർ ഡ്രോയിങ് ഫ്രീ ഹാൻഡ് ലൈൻ ഇൻ ക്രിറ്റ? ക്രിറ്റയിലെ ഫ്രീ ഹാൻഡ് വരകൾ വരയ്ക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ടൂള് ഏതാണ്? ആൻസർ ബ്രഷ് ടൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫീച്ചർ ഇൻ ഡ്രോയിങ് സോഫ്റ്റ്വെയർ allows you to perform operations on specific elements of a line without affecting the rest of the image? ഡ്രോയിങ് സോഫ്റ്റ്വെയറുകളിലെ ചിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെ ബാധിക്കാതെ വരയുടെ നിശ്ചിത ഘടകങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്ന സവിശേഷത ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ലെയേഴ്സ്. ഓരോ ലെയേഴ്സ് നിർമ്മിക്കുന്നത് ഓരോ ചിത്രത്തെയും പ്രത്യേകം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ക്രിറ്റയിലെ പ്രധാന ടൂളുകൾ ഏതൊക്കെയാണ്? ആൻസർ ഈ സർക്കിൾ ടൂളാണിത്. ഇതിൻ്റെ പേര് എലിപ്സ് ടൂൾ. ഈ ഒരു സെലക്ഷൻ കാണുന്നില്ല, എലിപ്സ് ടൂളാണിത് വൃത്തം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സെലക്ട് ഷേപ്സ് ടൂൾ, അതായത് ഷേപ്പ് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. നെക്സ്റ്റ് ടെക്സ്റ്റ് ടൂള്, അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ടെക്സ്റ്റ് ടൂള്. ഇതൊക്കെ കുട്ടികൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് ബ്രഷ് ടൂളാണ്. ഇതാണ് ബ്രഷ് ടൂളിൻ്റെ ഐക്കൺ. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ടൂളാണ്. ഒരുപക്ഷെ ഈ ഒരു ഷേപ്പ് തന്നിട്ട് ഇത് എന്ത് ടൂളാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേസിയർ കർവ് ടൂളും. ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക, ബേസിയർ കർവ് ടൂൾ. അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റ് ടൂള്, 2 വർണ്ണങ്ങളിൽ ലയിച്ച കളർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡിയൻറ്റ് ടൂള് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിൽ ടൂള്. ഒരു ചിത്രത്തിന് കളർ നൽകാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഫിൽ ടൂള്. അതുപോലെ തന്നെ റെക്റ്റാങ്കുലർ സെലക്ഷൻ ടൂള്. നെക്സ്റ്റ് മൂവ് ടൂള്. അതുപോലെ തന്നെ ക്രോപ്പ് ടൂള്. 2 നിറങ്ങൾ ലയിപ്പിച്ചുള്ള ഡിസൈൻ നൽകാൻ ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്?
ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഗ്രേഡിയൻ്റ് ടൂളാണെന്ന് പറഞ്ഞത്. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡിസൈൻ ദാറ്റ് ബ്ലെൻഡ്സ് ടു കളേഴ്സ്? രണ്ട് വർണ്ണങ്ങൾ ലയിച്ച കളർ ലഭിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ടൂളാണ് ഗ്രേഡിയൻ്റ് ടൂള്. യാത്രാക്കുറിപ്പുകൾ, സെമിനാർ പ്രബന്ധങ്ങൾ, പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ, ഡോക്യുമെൻറ്റുകൾ എന്നിവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ഏതാണ്? വിച്ച് വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ട്രാവൽ നോട്ട്സ്, സെമിനാർ പേപ്പേഴ്സ്, പ്രൊജക്റ്റ് റിപ്പോർട്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്? ആൻസർ LibreOffice Writer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. LibreOffice റൈറ്ററിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്താണ്? വാട്ട് ഈസ് ദി ഫയൽ ഫോർമാറ്റ് ഓഫ് LibreOffice റൈറ്റർ? ആൻസർ .odt, ഓപ്പൺ ഡോക്യുമെൻ്റ് ടെക്സ്റ്റ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ശാസ്ത്രീയമായി ടൈപ്പിംഗ് പഠിക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ്? ശാസ്ത്രീയമായിട്ട് ടൈപ്പിംഗ് പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? വാട്ട് ആർ ദി സോഫ്റ്റ്വെയർസ് ദാറ്റ് ഹെൽപ്പ് യു ലേൺ ടൈപ്പിംഗ് സയൻറ്റിഫിക്കലി? ആൻസർ ടക്സ് ടൈപ്പിംഗ്, കേട്ടച്ചും അതുപോലെ തന്നെ ടക്സ് ടൈപ്പിംഗും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രധാനപ്പെട്ട മലയാളം ഫോണ്ടുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട മലയാളം ഫോണ്ടുകൾ ഏതൊക്കെ? ആൻസറില്ല. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് മലയാളം ഫോണ്ട്സ്? ഇതിൻ്റെ ആൻസർ അനേക് മലയാളം, തുമ്പ, രചന, ഗായത്രി, കേരളീയം, നോട്ടോ സെരിഫ് മലയാളം. ഇതൊക്കെ മലയാളം ഫോണ്ടുകളാണ്. അക്ഷരരൂപം നോട്ടോ സെരിഫ് മലയാളം ആക്കുന്നതിനെ ടു കൺവേർട്ട് ദി ഫോണ്ട് ടു നോട്ടോ സെരിഫ് മലയാളം. ഇതിൻ്റെ ആൻസർ ഫോണ്ട് നെയിം. അക്ഷരരൂപം മാറ്റുന്നത് ഫോണ്ട് നെയിം ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അക്ഷരവലുപ്പം മാറ്റാൻ ഏത് ഫോർമാറ്റിംഗ് ടെക്നിക്കാണോ ഉപയോഗിക്കുന്നത്? അക്ഷരവലുപ്പം, അതായത് അക്ഷരവലുപ്പം മാറ്റാൻ വിച്ച് ഫോർമാറ്റിംഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദി ഫോണ്ട് സൈസ്? അക്ഷരം വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യുന്നത് ഫോണ്ട് സൈസ് ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ തലക്കിട്ട് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോർമാറ്റിംഗ് സങ്കേതം ഏതാണ്? വിച്ച് ഫോർമാറ്റിംഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു സെൻറ്റർ ദി ഹെഡർ? സെലക്ട് ചെയ്ത അക്ഷരത്തെ അല്ലെങ്കിൽ വാക്കുകളെ മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് അലൈൻ സെൻറ്ററാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വാട്ട് ഫോർമാറ്റിംഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദി ഫോണ്ട് കളർ? അക്ഷരത്തിൻ്റെ കളറ് മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ, അക്ഷരനിറം മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന ഫോർമാറ്റിംഗ് സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? ഫോണ്ട് കളർ. ആൻസർ ഫോണ്ട് കളർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ശ്രദ്ധിക്കുക. പ്രോപ്പർട്ടീസ് ജാലകത്തിലെ പാരഗ്രാഫ് സ്റ്റൈലാണ്. ഹൗ ടു ഇൻസേർട്ട് എ ടേബിൾ ഇൻ LibreOffice റൈറ്റർ? ഹൗ ടു ഇൻസേർട്ട് എ ടേബിൾ ഇൻ LibreOffice റൈറ്റർ? LibreOffice റൈറ്ററിലെ പട്ടിക, അതായത് ടേബിൾ ഉൾപ്പെടുന്നത് എങ്ങനെയാണെന്ന്. LibreOffice റൈറ്ററിലെ ടേബിൾ ഉൾപ്പെടുത്തുന്നത് ടേബിൾ ഇൻസേർട്ട് ടേബിൾ ക്രമത്തിലാണെന്ന് മനസ്സിലാക്കാം. ടേബിളിലെ ഇൻസേർട്ട് ടേബിൾ ക്രമത്തിൽ. വേർഡ് പ്രോസസ്സറിൽ മാർജിനിൽ നിന്നുള്ള അകലം ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ്? വാട്ട് ഈസ് ദി ടെക്നിക്ക് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി മാർജിൻ ഇൻ എ വേർഡ് പ്രോസസ്സർ? ആൻസർ ഇൻറ്റൻറ്റ്. മാർജിനിൽ നിന്നുള്ള അകലം ക്രമീകരിക്കുന്ന ഇൻറ്റൻറ്റ് ഉപയോഗിച്ചാണ്. വരികൾക്കിടയിലുള്ള അകലം ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സങ്കേതം ഏതാണ്?
വരികൾക്കിടയിലുള്ള അകലം ക്രമീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സങ്കേതമാണ് സ്പേസിംഗ്. വാട്ട് ഈസ് ദി ടെക്നിക്ക് യൂസ്ഡ് ടു അഡ്ജസ്റ്റ് ദി സ്പേസിംഗ് ബിറ്റ്വീൻ ലൈൻസ്? ആൻസർ സ്പേസിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോർട്ട് കട്ട് കീസാണ്. കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+C. അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ Ctrl+X. അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ Ctrl+V. ഓൾ സെലക്ട് പറഞ്ഞാൽ എല്ലാം സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് Ctrl+A ആണ്. സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ Ctrl+S. ലാസ്റ്റ് അൺഡു ആണ് Ctrl+Z. വേർഡ് പ്രൊസസ്സറിൽ തയ്യാറാക്കിയ മാഗസിനിലെ എല്ലാ പേജിലും മുകളിലായി അതിൻ്റെ പേര് ഉൾപ്പെടുത്തണം. ഇതിന് അനുയോജ്യമായ സങ്കേതം ഏതാണ്? വാട്ട് ഈസ് ദി അപ്രോപ്രിയേറ്റ് ഫോർമാറ്റ് ഫോർ ഇൻക്ലൂഡിംഗ് ദി നെയിം ഓഫ് എ മാഗസിൻ അറ്റ് ദി ടോപ്പ് ഓഫ് എവരി പേജ് ഇൻ എ വേർഡ് പ്രൊസസ്സർ? ആൻസർ ഹെഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേർഡ് പ്രൊസസ്സറിൽ തയ്യാറാക്കിയ മാഗസിനിലെ എല്ലാ പേജിലും താഴെയായി അതിൻ്റെ പേര് ഉൾപ്പെടുത്തണം. ഇതിന് അനുയോജ്യമായ സങ്കേതം ഏതാണ്? വാട്ട് ഈസ് ദി അപ്രോപ്രിയേറ്റ് ഫോർമാറ്റ് ഫോർ ഇൻക്ലൂഡിംഗ് ദി നെയിം ഓഫ് എ മാഗസിൻ അറ്റ് ദി ബോട്ടം ഓഫ് എവരി പേജ് ഇൻ എ വേർഡ് പ്രൊസസ്സർ? ആൻസർ എല്ലാ പേജിലും താഴെയായിട്ട് അതിൻ്റെ പേര് ഉൾപ്പെടുത്തണമെങ്കിൽ അത് ഫൂട്ടറിലാണ് ക്ലിക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. പേജിൻ്റെ താഴെ ഫൂട്ടർ, മുകളിൽ ഹെഡർ ആണെന്ന് മനസ്സിലാക്കാം. ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു പട്ടികയിലെ തലവാചകം ഉൾപ്പെടുത്തേണ്ട സെല്ലിന് പശ്ചാത്തല നിറം എങ്ങനെ നൽകാം? ഹൗ ക്യാൻ ഐ ഗിവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ ടു ദി സെൽ that contains the heading in a table created in LibreOffice Writer? Answer ടേബിൾ ടൂൾബാറിലെ ടേബിൾ സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. സെലക്ട് ദി ടേബിൾ സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ ഇൻ ദി ടേബിൾ ടൂൾബാർ. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാ മക്കളും തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ആയാലും വെരി ഷോർട്ട് ആൻസർ ആയാലും അതിന് ഓപ്ഷൻസ് ഉണ്ടാവും. ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തിയറിയിൽ A+ ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. ഒരു കുഞ്ഞു പോലും ടെൻഷൻ അടിക്കാതെ തന്നെ എക്സാം ഹാളിലേക്ക് ചെല്ലുക. മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.